നമസ്കാരം. ധന്യ, ഞാനൊരു BJPയുടെ സ്ട്രോങ് ഹോൾഡാണ് മേലാമുറി, അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു വ്യത്യസ്തമായ ശബ്ദം കേൾക്കാത്തത്. നമുക്കറിയാമല്ലോ, ഭയങ്കര ടൈറ്റ് ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കേൾപ്പിച്ച ശബ്ദങ്ങൾ മുഴുവൻ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ കൂടി പ്രശ്നം കൂടിയാണ്. അതൊരു പ്രശ്നമല്ല, ഇവിടെ അങ്ങനെയാണ്, സ്ട്രോങ് ഹോൾഡാണ്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺഗ്രസ് അനുകൂല ബൈറ്റുകളും NMR റസാഖിന് വേണ്ടിയിട്ടുള്ള ബൈറ്റുകളും ഒക്കെ കിട്ടും. കച്ചവടക്കാരായിട്ടും റസാഖിന്റെ ആൾക്കാരൊന്നും ഇല്ലേ ഇവിടെ? എന്താ ഫാൻസും ഇല്ലേ? ബിജെപി കൂടെ ഉണ്ട്. അതാ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട് തന്നെയാ. ഓക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ത്രികോണ മത്സരം ആര് ജയിക്കണം? ശോഭ ചേച്ചി ജയിക്കണം. അത് അങ്ങനെയാണല്ലേ? മൊത്തത്തിൽ ഇവിടുന്ന് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായ ബൈറ്റേ കിട്ടിയുള്ളൂ. അങ്ങനല്ല, പൊതുവെ പ്രവർത്തനത്തിന് ശോഭ ചേച്ചി പ്രവർത്തനം കാത്ത് സൂക്ഷിക്കുന്ന പറയണത്. സ്ട്രോങ് ഫൈറ്റ് ആണല്ലേ? ആണോ ഫൈറ്റ്? ശോഭാസുരേന്ദ്രൻ ജയിക്കണം, അത്രേ ഉള്ളൂ. ഈ ശ്രീധരൻ വന്നിട്ടും കിട്ടിയില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും കിട്ടും, പിടിച്ചിരിക്കും. അപ്പൊ അതെന്താ മുമ്പൊന്നും കിട്ടാത്ത? എന്താ BJPക്ക് ഇവിടെ രണ്ട് രാഷ്ട്രീയം കൂടി ഒത്തുകളിക്കില്ലേ? BJPക്കാരും BJPക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണയുണ്ടോ? ഇത്തവണ ഉണ്ടാവില്ല. എല്ലാവരും തേഞ്ഞൊട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. മലയാളത്തിലൊരു പുതിയ മാപ്രസ്ഥാപനം കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. മുൻപ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള കുറച്ച് പേരെ ചാടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാധ്യമമാണ്. അതിന് തീർച്ചയായിട്ടും വിവാദങ്ങളൊക്കെ വേണം. അതിനായിട്ട് അവർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പാലക്കാട് പോയിട്ട് പല സ്ഥലങ്ങളിൽ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്ന തരത്തിലുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കം. അപ്പോൾ ഇവിടെയെല്ലാം ശോഭാ സുരേന്ദ്രൻ്റെ ഫാൻസാണോ അല്ലെങ്കിൽ BJPക്കാരാണ്, സംഖ്യകളുടെ ഏരിയയാണ്, ഈ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്, നമുക്ക് മാറി നിന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് വേറെ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയും കനത്ത മത്സരമാണ്, ത്രികോണ പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു പ്രതീക്ഷ തോന്നും. മറിച്ച് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മറുപടി ആയിരിക്കും കിട്ടുക എന്ന ധാരണയിൽ ചോദിക്കുമ്പോൾ അവിടെയും അവർ പറയുന്നു ശോഭാ സുരേന്ദ്രനായിരിക്കും ജയിക്കുക എന്ന്. അങ്ങനെ ഇവിടെ മുഴുവൻ ശോഭാ സുരേന്ദ്രൻ്റെ ആൾക്കാരാണോ എന്ന് ഒരു നിരാശയോടെ ആത്മകഥ നടത്തേണ്ട അവസ്ഥയിൽ മാപ്ര എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കുറേ കാലമായിട്ട് BJP ആണ്. പക്ഷേ അവർക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അവിടെയുള്ള ഈ സംഘി അണികൾ കുറച്ച് ആത്മനിയന്ത്രണം കൂടി പാലിച്ചാൽ നന്നായിരിക്കും. കാരണം പലപ്പോഴും ആ സ്ഥലം ഗുജറാത്താണ് അല്ലെങ്കിൽ UP ആണ് എന്ന തരത്തിൽ, ഇത് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് എന്ന തരത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ശരിയായിരിക്കും, അത് നിങ്ങളുടെ ശക്തി കേന്ദ്രം തന്നെയായിരിക്കും. പക്ഷേ അത് മാത്രമല്ല കേരളത്തിൽ BJPയുടെയും NDAയുടെയും മറ്റു സ്ഥാനാർത്ഥികളും പലയിടത്തും മത്സരിക്കുന്നുണ്ട്. അതിനാൽ അവരെ കൂടി ബാധിക്കുന്നതാവും ചില അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ പ്രതികരണം. ഇപ്പോൾ ഞാൻ കാണിച്ച പ്രതികരണങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചില അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടുള്ള പ്രതികരണങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ രമേശ് പിഷാരടി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിടേണ്ടത് തന്നെയാണ് ചെയ്യേണ്ടത്. യാതൊരു രീതിയിലും വിസിബിലിറ്റി കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം ചില സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിന് ചെല്ലുമ്പോൾ അവിടെ യുവമോർച്ചക്കാരും വനിതാ മോർച്ചക്കാരും ഒക്കെ തടഞ്ഞതായിട്ടുള്ള വാർത്ത കണ്ടിരുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ വാർത്തയാവുകയും വിവാദമാവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അങ്ങനെ ഒരു വ്യക്തി മത്സരിക്കുന്നുണ്ട് എന്നൊരു പ്രതീതി കൊടുക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരുപക്ഷെ അവിടുത്തെ ശക്തി വെച്ചിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷേ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ അത് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ അവിടെയുള്ളവർ ശരിയാണ്, സംഖ്യകൾക്ക് ശക്തമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ പാലക്കാടുണ്ട്. പക്ഷേ ആ പ്രതികരണത്തിൽ കുറച്ച് മിതത്വം പാലിച്ചാൽ നന്നായിരിക്കും. രാഷ്ട്രീയമായിട്ട് ഒരു മത്സരമൊന്നുമല്ല പാലക്കാട് നടക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന ഇപ്പോൾ വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിലെ ഇതേപോലെ ഒരു വനിതാ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ആ ശോഭാ സുരേന്ദ്രനോട് രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവൊന്നും എന്തായാലും പിഷാരടിക്കില്ല. പിന്നെ സുരേഷ് ഗോപിയെപ്പോലെ നേരത്തെ സേവന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പാവങ്ങളെ സഹായിച്ചതിൻ്റെ കഥകളും ഒന്നും ഈ പിഷാരടിക്ക് പറയാനില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള അനുഭവസ്ഥരും അധികമില്ല. അതിനാൽ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ശോഭാ സുരേന്ദ്രന് പറ്റിയ ഒരു എതിരാളിയേ അല്ല ഈ രമേശ് പിഷാരടി എന്ന ഒരു പകുതി സിനിമാക്കാരൻ. അപ്പോൾ അയാളെ ആ രീതിയിൽ അവഗണിച്ച് വിടുകയായിരുന്നു ചെയ്യേണ്ടത്. അതിന് പകരം അയാളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ മത്സരിക്കാനുണ്ട് എന്ന തരത്തിൽ, അയാൾ ഒരു തരത്തിലും ഭീഷണി അല്ലാഞ്ഞിട്ട് കൂടി ഭീഷണിയാണ് എന്ന തരത്തിൽ ഇത്രയൊന്നും വാർത്തയാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അത് ഒരുപക്ഷെ നിങ്ങളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. അക്കാര്യം കൂടി ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും പാലക്കാട് ഇത്തവണ താമര വിരിഞ്ഞിരിക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ ഇതുപോലുള്ള മാപ്രകളുടെ കരച്ചിൽ കൂടി അതിൽ മേമ്പടിയായിട്ട് നമുക്ക് ചേർക്കാം.